അപ്പൊ മുത്തുനബിയും മറ്റ് 4 സഹാബിമാരും അവരിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട 3 കാര്യം പറഞ്ഞപ്പോൾ ഈ അബൂദർ ഗിഫാരി തങ്ങൾ പറയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്, പറയട്ടെ എന്ന് ചോദിച്ചു. ആരോട്? നബിയോട്. ഉറങ്ങല്ലോ? ഉറങ്ങാണോ? ഒന്ന് ചൊല്ലിയാണ് ഈ ഷഹാദത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് اللهم ارحمني يا ارحم الراحمين. اللهم ارحمني اللهم ارحمني يا ارحم الراحمين. അല്ലാഹു ഇതൊക്കെ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ പറ്റാവുന്നത് പോലെ ജീവിതത്തിൽ പകർത്തി ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളെ തടിക്കും മനസ്സിനും എപ്പോഴും ഉണർവും റാഹത്തും സന്തോഷവും നൽകണേ റബ്ബേ. ഓരോരോ വിഷയങ്ങളുണ്ടായി എന്നും മനസ്സിങ്ങനെ ഒരു വിഷമത്തിലായി മരണം വരെ ആ നിലക്ക് കഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ യാ അല്ലാ ഈ കൂട്ടത്തിൽ ആർക്കും വരുത്തരുതേ പടച്ചോനെ. അങ്ങനെയൊക്കെ വിഷമിക്കുന്നവർ, പരീക്ഷിക്കപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ നീ കാക്കണമേ റബ്ബേ. മുഅ്മിനീങ്ങൾ അതൊക്കെ വലിയൊരു ഖൈറാൻ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഇതൊക്കെ ഓൺലൈനായും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഓൺലൈനും ദീനീ ദഅവത്തിന് നല്ലൊരു മാധ്യമമാണ്. 10,000-കണക്കിന് ആളുകൾ ഓൺലൈനായി നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്നവരൊക്കെ പരമാവധി നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പരിചയത്തിൽപ്പെട്ട ആളുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഈ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കിഷ്ടപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഏതാണ് എനിക്കിഷ്ടപ്പെട്ട 3 കാര്യങ്ങളെന്ന് കേൾക്കണ്ടേ? ഉഹിബ്ബു ഫിദ്ദുനിയാ സലാസ. ദുനിയാവിൽ എൻ്റെ ഇഷ്ടം 3 എണ്ണമാണ്. 1 അൽ ജൂ. നിങ്ങൾ പറയ അർത്ഥം എന്താ ജോയിന്റെ അർത്ഥം? ഒരു സഹാബി പറയാണ്, ഞങ്ങൾക്കിടയിൽ വാനലോകത്തും മലക്കുകൾക്കിടയിൽ അബൂദർ ഗിഫാരിയെ കുറിച്ച് പറയാത്ത ദിവസമല്ല. വലിയ സ്ഥാനാണ്, വലിയ മാനാണ്, വലിയ പരിഗണനയാണ്. നിങ്ങൾ സഹാബികൾക്കിടയിലുള്ളതിനേക്കാൾ പ്രശസ്തിയും പ്രസിദ്ധിയും ഞങ്ങൾക്കിടയിലുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ സഹാബി വരെയും പറയാണ്, ദുനിയാവിലെ എൻ്റെ ഇഷ്ടം 3 എണ്ണമാണ്. അതിലൊന്ന് അല്ലാഹുവേ വിശപ്പ് സഹിക്കല. രണ്ടാമത്തേതോ വൽ മറലോ, രോഗമാണ്. യാതൊരു രോഗവുമില്ലാത്ത അവസ്ഥയല്ല എനിക്കിഷ്ടം. എനിക്ക് അള്ളാനെ കുറിച്ച് ബോധമുണ്ടാവാൻ ചെറിയ ചെറിയ രോഗങ്ങൾ വരുന്നത് എനിക്കിഷ്ടമാണ്. ആ രോഗങ്ങളിൽ ഏറ്റവും വലിയ താല്പര്യം പനിയോടാണ്. കാരണം പനിയാകുമ്പോൾ ബോഡി മൊത്തം ഉണ്ടാവും, ബോഡി മൊത്തം ശുദ്ധിയാകും, ദോഷങ്ങൾ പുറത്തു കിട്ടും. ഇത് കേൾക്കുന്നുണ്ടോ? 3-മത്തേത് എനിക്കിഷ്ടം കേൾക്കണോ? വൽ മൗത്ത്. 3-മത്തെ എൻ്റെ ഇഷ്ടം മരണത്തെയാണ്. മരണത്തെ എനിക്ക് വലിയ താല്പര്യമാണ്. ഉടനെ ഫഖാല ലഹുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, വലിയ അത്ഭുതമുണ്ടല്ലോ അബൂദർറെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 3 കാര്യവും സാധാരണഗതിയിൽ ആരും ഓർക്ക് വരുന്നുണ്ടോ റബ്ബേ? നിങ്ങൾ ഈ പറഞ്ഞ 3 ഇഷ്ടവും സാധാരണഗതിയിൽ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത സംഗതിയാണല്ലോ. അല്ല അബൂദർറെ, ഇതിനോട് നിങ്ങൾക്ക് ഇത്ര വലിയ താല്പര്യമുണ്ടാവാനുള്ള കാരണം എന്താണ്? ഫഖാല അബൂദർ റളിയല്ലാഹു അൻഹു. ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി, ഉഹിബ്ബുൽ ജൂഅ ലിയരിഖ ഖൽബി.
എന്റെ ഹൃദയത്തിന്റെ കട്ടി കുറഞ്ഞ് ആ ഹൃദയായിട്ട് ലോലായി മാറണം. അതിനാണ് ഞാൻ വിശപ്പിനോട് എനിക്ക് വലിയ താല്പര്യമാണെന്ന്. വിശപ്പ് സഹിക്കുന്നതിനനുസരിച്ച് ഹൃദയത്തിന്റെ കാഠിന്യം കൂടോ കുറയോ? കുറയും. ഹൃദയത്തിന്റെ കാഠിന്യം കുറയും. രണ്ടാമത്തേതോ വൗഹിബ്ബുൽ മറള, ഞാൻ രോഗത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം ലിയുഖഫിഫ ദംബി, എന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടാനാണ്. രോഗം കൂടുന്നതിനനുസരിച്ച് വല്ലാതെ ദോഷങ്ങൾ പുറത്തു കിട്ടും. മൂന്നാമത്തേത് വൗഹിബ്ബുൽ മൗത ലിയൽഖാ റബ്ബി, ഞാൻ മരണത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ കാരണം എന്താ അറിയോ? എനിക്ക് ഭയങ്കര പൂതിയാണ് അള്ളാനൊന്ന് കാണണം. അള്ളാനൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതെന്റെ അങ്ങേയറ്റത്തെ പൂതിയാണ്. ആ ഒരാഗ്രഹം കൊണ്ടാണ് ഒന്ന് മരിച്ചെങ്കിൽ അള്ളാനെ കാണായിരുന്നല്ലോ. യാ അല്ലാ, അവിടേക്ക് ഒരു ഈമാൻ എത്രയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മളെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്നൊരു സഹോദരനുണ്ട്, കാഴ്ചയില്ലാത്ത. എന്താ പേര്? അബ്ദുൽ നാസർ. നാസർ അല്ലേ? അല്ലാഹുവേ, സ്വർഗത്തിൽ ആദ്യം അള്ളാനെ കാണാൻ തൗഫീഖ് കിട്ടുന്നത് ആർക്കായിരിക്കും? കേട്ടോ, സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണാൻ തൗഫീഖ് കിട്ടുന്നവർ ദുനിയാവിൽ അല്ലാഹു കാഴ്ച നൽകാത്തവരായിരിക്കുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ നാസറിനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ, അള്ളാനെ കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് വിശപ്പ് സഹിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ഇബാദത്താണ്. അതിന് ഭയങ്കര കൂലിയ, ഭയങ്കര തസ്കിയത്ത് കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇമാം ഗസ്സാലി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറയട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ജാഹിദൂ അൻഫുസകും ബിൽ ജൂ, ജാഹിദു, നിങ്ങൾ ജിഹാദ് ചെയ്യണം, യുദ്ധം ചെയ്യണം. അംഫുസക്കും, നിങ്ങളുടെ ദേഹേച്ഛയോട്, ശരീരത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ബിൽ ജൂഇ വല്ലത്ശി, എന്തുകൊണ്ട് യുദ്ധം ചെയ്യണം? വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും. കേട്ടോ, ഇത് കേട്ടോ, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് കേൾക്കണേ. ഫൈനൽ അജ്റ ഫീ ദാലിക കഅജ്രിൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. തന്റെ തടിയുടെ ദേഹേച്ചുണ്ടല്ലോ, ആ ദേഹേച്ചുണ്ട് മാറിക്കിട്ടണം. ഞാൻ മുത്തഖിയാവണമെന്ന നിയ്യത്തിൽ ഒരാൾ വിശപ്പ് സഹിക്കുന്നുവെങ്കിൽ അതിന്റെ കൂലി അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന്നഹു ലൈസ മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി തആല മിൻ ജൂഇൻ വഅത്ശിൻ. വിശപ്പ്, ദാഹം, ഇതിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ പുണ്യപ്പെട്ട ഒരു അമലുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശ്രദ്ധിക്കുക, അബൂദർ ഗിഫാരി തങ്ങൾ പറഞ്ഞു, എനിക്ക് 3 കാര്യം ഇഷ്ടമാണ്. ഒന്ന് വിശപ്പാണ്, അതിന്റെ കാരണം എൻ്റെ ഹൃദയം ലോലമാകാൻ. രണ്ടാമത്തേത് രോഗമാണ്, അതിന്റെ കാരണം ദോഷങ്ങൾ പൊറുക്കാൻ. മൂന്നാമത്തേത് മരണത്തെ എനിക്കിഷ്ടാണ്, അതിന്റെ കാരണം എന്താണെന്നറിയോ? വേഗം അള്ളാനെ കാണാലോ, അതന്നെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഫനദല ജിബ്രീലു അലൈഹിസ്സലാം ഇൻദ ദാലിക്, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന യാ റസൂലല്ലാഹ് ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ. നബിയെ, എനിക്കും ദുനിയാവിൽ 3 കാര്യങ്ങൾ വലിയ ഇഷ്ടമാണ്. എനിക്ക് ദുനിയാവിൽ ഇഷ്ടപ്പെട്ട 3 കാര്യം എന്താണെന്നറിയോ നബിയെ? ഒന്ന് ഹുബ്ബുൽ മസാക്കീൻ, പാവങ്ങളോടുള്ള ഇഷ്ടം. സാധുക്കളോടുള്ള ഒരു മഹബത്ത്, അവരെ ഇഷ്ടം വെക്കുക, അവരുമായി ബന്ധം പുലർത്തുക, ഉള്ളതിനനുസരിച്ച് അവർക്ക് കൊടുക്കുക. അത് ദുനിയാവിൽ എൻ്റെ വലിയ താല്പര്യമാണെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം
അല്ലെങ്കിലും സമ്പന്നർ സ്വർഗത്തിൽ കടക്കുന്നതിന്റെയും എത്രയോ മുമ്പ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എൻ്റെ ഉമ്മത്തിലെ പാവങ്ങളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? അവർക്ക് കുറെ ബില്ല് അവതരിപ്പിക്കാനുണ്ടാവും, കണക്കും കാര്യങ്ങളും പറയാനുണ്ടാവും, മറ്റൊരു ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നബിമാരെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നബി ആരായിരിക്കും? സയ്യിദ്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ലോക ചക്രവർത്തിയായിരുന്നു, ലോകം അടക്കി ഭരിച്ച ആളല്ലയോ. അതുകൊണ്ട് ഒരുപാട് കണക്കും കാര്യങ്ങളും അവതരിപ്പിക്കാനുണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ അവതരിപ്പിച്ച് കഴിയുന്നേക്ക് മറ്റുള്ള നബിമാരൊക്കെ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. ഒരാൾ സാധുവായി എന്നതിന്റെ പേരിൽ ഒരിക്കലും അയാൾക്കൊരു നിരാശയോ സങ്കടമോ ഒരിക്കലും പഠിച്ചോനെ എനിക്ക് അള്ളാഹു അത്ര പണം തന്നില്ലല്ലോ അതിന്റെ പേരിൽ ഒരു നിരാശ, കടം വരരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നമ്മളെല്ലാരും അള്ളാഹു കാക്കട്ടെ. കടമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ചിലരൊക്കെ വന്നിട്ട് മക്കളുടെ കടത്തെക്കുറിച്ച്, ഭർത്താവിന്റെ കടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കണ്ണ് നിറയാറുണ്ട്. അള്ളാഹുവേ റബ്ബേ, ഈ റമളാനിൽ 3 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടിതാ ഒരാമീൻ ഞങ്ങൾ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. കടം കൊണ്ട് വിഷമിക്കുന്നവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഞങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ വീട്ടാനൊരു വഴി എളുപ്പാക്കണേ അല്ലാ. കടം ഒരു മാനക്കേടാണ്, അതൊരു അടിമത്താണ്. കൊടുക്കാനുള്ള ആളെ കാണുമ്പോൾ നെഞ്ചിടിപ്പാൻ, ഡേറ്റ് കഴിഞ്ഞാൽ ബേജാറാണ്. പടച്ചോനെ റബ്ബേ റഹ്മാൻ എന്നിട്ട് വീട്ടിലേക്കൊക്കെ ചോദിച്ചു വരിക. അയൽവാസികൾ കേൾക്കെ കടത്തിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുക, നാണം കെടുത്തുക. അങ്ങനൊരു ഗതികേട് ഈ കൂട്ടത്തിൽ ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളെല്ലാരും നീ കാക്കണേ പടച്ചോനെ. എന്നാൽ കടും കാര്യമൊന്നുമില്ല, അത്യാവശ്യം ഒരു ചെറിയ സാലറിയും കാര്യമൊക്കെ ഉണ്ട്, റാഹത്തായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷെ മറ്റോലെ പോലെ അടിപൊളി ജീവിതമൊന്നും ഉണ്ടോ? അതൊന്നുമില്ല. കോടികളുടെ കാറിലല്ല യാത്ര ചെയ്യണത്, വലിയ ബംഗ്ലാവിന് സമാനമായ കൊട്ടാര സമാനമായ വീടല്ല. അതുകൊണ്ടൊരു നിരാശ, ഞാൻ അങ്ങനെ ആയില്ലല്ലോ പഠിച്ചോന്. പാടുണ്ടോ? അത് പാടില്ല. ചിലപ്പോ ജ്യേഷ്ഠൻ വലിയ ജോലിയും കാര്യമൊക്കെ കിട്ടി കോടീശ്വരനായി മാറിയിട്ടുണ്ടാവും. ആ ഒരു ലെവലിൽ ആരെത്തിയിട്ടുണ്ടാവില്ല, അനുജനെത്തിയിട്ടുണ്ടാവില്ല. അതിന്റെ പേരിൽ എന്നൊരു നിരാശ. പാടുണ്ടോ? ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ അടുക്കൽ മിസ്കീന്മാർക്ക് വലിയ സ്ഥാനാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, പണക്കാരോടുള്ളതിനേക്കാൾ എനിക്കിഷ്ടം എന്തത് പറയാൻ ഒരു മടി, പണക്കാരോടുള്ളതിനേക്കാൾ എനിക്കിഷ്ടം സാധുക്കളോടാണ്. അള്ളാഹുവേ, പണത്തിന്റെ പേരിൽ ഒരാൾ ആദരിച്ച് ബഹുമാനിച്ച് അയാൾക്ക് അടിമവേല ചെയ്യേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത് റബ്ബേ. പടച്ചോനെ, തഖ്വയുള്ളവരെ ദീനുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എൻ്റെ 3 ഇഷ്ടങ്ങളിൽ ഒന്ന് ഹുബ്ബുൽ മസാകീൻ, മിസ്കീന്മാരോടുള്ള ഇഷ്ടമാണ്. 2 വഅദാഉർ റിസാലത്തി ഇലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കലാണ്. നബിമാർക്ക് വഹ്യ് നൽകുന്ന ഡ്യൂട്ടി ആർക്കാ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്. അതോടുകൂടെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ ഒരിക്കലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനീങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് വിചാരിക്കണ്ട. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് പല ഘട്ടങ്ങളിലും സഹായങ്ങളും സന്തോഷങ്ങളും. റസൂലുള്ള ഒരു സഹാബിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ ഈ സഹാബിയെ നീ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് സഹായിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നില്ലേ? അത് ചെറിയ ദുആയാണോ? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ നബി തങ്ങളെ കുറിച്ച് ആ സഹാബി വര്യൻ മനോഹരമായി പാട്ടുപാടി. ഉടനെ ഹബീബായ നബി തങ്ങളാ സ്വഹാബിക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ ഈ സഹാബിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് ശക്തി പകരണമേ അല്ലാഹ്. പടച്ചോൻ നമുക്കും തൗഫീഖ് തരട്ടെ. അതാ ഞങ്ങളോട് പറഞ്ഞത്, നമ്മൾ ആ ബദരീങ്ങളെ കൂട്ടത്തിൽ മലക്കുകളുടെ നേതാവാരാ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യന്മാരുടെ നേതാവാരാ? പടച്ചോനെ അതിലും സംശയ?
മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളിൽ ഒന്നാമൻ, മനുഷ്യരിൽ മുത്തുനബിയാണ്, മലക്കുകളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇക്കൊല്ലത്തെ റമളാനിൽ ഈ രണ്ട് ബദരീങ്ങളിൽപ്പെട്ട മനുഷ്യരെ കൊണ്ടും മലക്കുകളെ കൊണ്ടും നമുക്ക് എല്ലാ ഖൈറും ഉണ്ടാവട്ടെ. അള്ളാഹു തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഉണ്ടാവും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചില മുഅ്മിനീങ്ങളെ തടവും, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റിൽ തടവും. ഒരു സംഘം മലക്കുകളുടെ അകമ്പടിയോടെയായിരിക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങി വരുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിൽ ലയിച്ചു ചേരുന്ന അബ്ദിനെ മുസാഫഹത്ത് ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്കതൊക്കെ കിട്ടണം. അതിനുവേണ്ടി ആവുന്നത്ര ഖുൽ ഹുവല്ലാഹു അഹദ് തവണ ആ ബദ്രീങ്ങളുടെ ആണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ പേരിൽ ചൊല്ലി തീർക്കണം, ഓതി തീർക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. സംഗതി എന്താ, റസൂലുള്ള ഒരിക്കൽ സഹാബികൾക്കിടയിൽ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ 3 കാര്യങ്ങൾ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ആ കാര്യം റസൂലുള്ള പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബി എനിക്ക് ദുനിയാവിൽ 3 കാര്യം ഇഷ്ടാണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഈ 5 സഹാബിമാരും പറഞ്ഞു. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറയാണ്, എനിക്ക് ദുനിയാവിൽ 3 കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടാണ്. ഒന്നെന്താ പറഞ്ഞത്? ഒന്ന് സാധുക്കളോടുള്ള ഇഷ്ടം, ആ ഇഷ്ടപ്പെടുന്നവരോടുള്ള ഇഷ്ടവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 മുഅ്മിനീങ്ങളിലേക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക, മുഅ്മിനീങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുക. പക്ഷെ നിൽക്കണമെങ്കിൽ ആ ഒരു ബോധവും താല്പര്യവും ആർക്കുണ്ടാവണം? മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാവണം. അള്ളാഹു ആ ബോധം നമുക്ക് തരട്ടെ. അതുണ്ടായി കിട്ടാൻ അള്ളാഹു ഇതൊരു കാരണമാക്കട്ടെ. അതിനൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അള്ളാഹു ഇതൊക്കെ ഒരു ഖൈറിലേക്കുള്ള സബീലാക്കി തരട്ടെ. മൂന്നാമത്തേത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 3ാമത്തെ ഇഷ്ടം പറയട്ടെ. അതേതാ? 3ാമത്തെ എന്റെ ഇഷ്ടം ഇതാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യജമാനനായ റബ്ബ് ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ച് ആലോചിച്ച് അല്ലാഹ്ക്ക് ഹംദർപ്പിക്കലാണ്. കേട്ടോ, അല്ലാഹ്ക്ക് ഹംദർപ്പിക്കുക. ആവുന്നത്ര എന്തു പറയാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽഹംദു തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന വചനം മീസാന്റെ നന്മയുടെ തട്ട് നിറക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചൊല്ലി ഒരു 7 തവണ എന്തിനാ നമ്മൾ കുറക്കണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഇതൊക്കെ കേൾക്കാനും ചൊല്ലാനും ചെയ്യാനും ചെയ്യിക്കാനും നീ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാ, ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നമുക്കൊക്കെ ഒരു ഉറപ്പുണ്ട്, ഇങ്ങനത്തെ ഈ ഒരു മജ്ലിസൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏത് മജ്ലിസാ അള്ളാഹു സ്വീകരിക്കുക? ഇവിടെ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുക. ഇതേ നിലയിലായിരിക്കും മുഅ്മിനീങ്ങളെ നമ്മുടെ മജ്ലിസുകളൊക്കെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ ഇത് ഉൾക്കൊള്ളണം. ഏതായാലും ആവട്ടെ, ഇത് പറഞ്ഞ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉയർന്നു പോയി, ആകാശത്തേക്ക് ഉയർന്നു പോയി. ഉയർന്നു പോയിട്ട് സെക്കൻഡുകൾ കൊണ്ട് വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു. കേൾക്കണില്ലേ? കൽബോണ്ട് കേൾക്കണില്ലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു പോയി. ഞൊടിയിട കൊണ്ട് എന്നറിയില്ല, നമ്മള് തൊർഫത്ത് ഐൻ എന്നാണ് ഹദീസിൽ പ്രയോഗിച്ചത്. കണ്ണ് പൂട്ടി തുറക്കുന്നതിന്റെ മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് ഫഖാല യാ മുഹമ്മദ്,
ഹബീബായ നബിയോട് പറയുകയാണ്, മുഹമ്മദ് നബിയെ, അൽ അലിയുൽ അലാ യഖറഉകസ്സലാം, പരമോന്നതനായ പടച്ച റബ്ബ് നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വയഖൂലു ലക, എന്നിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, വഅന ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്, പടച്ച റബ്ബായ എനിക്ക് ദുനിയാവിലെ ഏറ്റവും വലിയ ഇഷ്ടങ്ങൾ 3 കാര്യങ്ങളാണ്. ആര് പറയാ? അല്ലാഹു പറയാ. ആ 3 കാര്യം ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇഷ്ടപ്പെട്ടതും മഹാന്മാരായ ഈ സഹാബിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടതും മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ടതും നമ്മുടെയും ഇഷ്ടമാക്കി തരട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതിനോടൊക്കെ അള്ളാഹു നമുക്ക് ഇഷ്ടം തരട്ടെ. അള്ളാഹ്ക്ക് വെറുപ്പുള്ളതിനോടൊക്കെ അള്ളാഹു നമുക്ക് വെറുപ്പ് തരട്ടെ. അള്ളാഹു നമ്മുടെ സമയത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു ഈമാനും ഹിക്മത്തും മഅരിഫത്തും നമുക്ക് കൂട്ടി തരട്ടെ. അള്ളാഹു നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾ കബൂലാക്കട്ടെ. അള്ളാഹു നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നത് കബൂലാക്കട്ടെ. അതൊക്കെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു ഒരു നിമിത്തമാക്കട്ടെ. ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ മഞ്ചേരിയിൽ വെച്ച് നോമ്പ് തുറയുടെ ഫളാഇൽ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ വിളയിൽ പറപ്പൂർ യത്തീംഖാനയിൽ പരിശുദ്ധ ഖുർആൻ രാവും പകലും ഓതി ഖുർആൻ മനപ്പാടമാകുന്ന മക്കൾക്ക് ഒരു ദിവസത്തെ അത്തായവും നോമ്പ് തുറയും കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊരു 6000 റുപ്യാണ് വരിക എന്ന് പറഞ്ഞപ്പോ ഇന്നും 4-5 ആളുകൾ ഇവിടെ കൊണ്ടുവന്നത് ഏൽപ്പിച്ചവരുണ്ട്. നിങ്ങൾ കൊടുക്കിയെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഖുർആന്റെ മാസത്തിൽ ഖുർആന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആ മക്കളുടെ ഒരു നോമ്പ് തുറ. അടച്ചവനെ, നിഷ്കളങ്കരായ മക്കൾ, ഖുർആനുമായി എപ്പോഴും ബന്ധപ്പെടുന്ന മക്കൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു കൂലി അള്ളാഹു അത് കൊടുക്കുന്നവർക്കും നൽകട്ടെ. അത് വാപ്പാന്റെ പേരിൽ, ഉമ്മാന്റെ പേരിൽ, ഭർത്താവിന്റെ പേരിലൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹുവേ സ്വീകരിക്കണമേ റബ്ബേ. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് റമളാനിലെ മജ്ലിസുകളുടെ ഏറ്റവും വലിയ കാമ്പ് കാര്യമായും ദിക്റും ദുആയും സലാത്തൊക്കെ ചൊല്ലിയും തന്നെ ദുആ ഏറ്റവും വലിയ ഇബാദത്ത്. അദ്ദുആ ഹുവൽ ഇബാദ, അത് തന്നെയാണ് ഇബാദത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ.